സുൽകുമാർ പി കെ ഫിറോസ് അടുത്ത് ഞാൻ താങ്കളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം അത് സുൽകുമാറിന് തന്നെ ചോദിക്കേണ്ടതാണ്. എങ്കിൽ കൂടിയും ഒരു സൗഹൃദം വെച്ച് എനിക്കത് ചോദിക്കാൻ കഴിയുന്നില്ല. പി കെ ഫിറോസ്, ഇപ്പോൾ ഇവിടെ സംസാരിച്ച ശ്രീ വി എസ് സുനിൽകുമാർ മുൻ മന്ത്രിയാണ്, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മുൻ മന്ത്രിയാണ്, ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാവാണ്, CPIയിലെ ടോപ്പ് 5 നേതാക്കളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഉണ്ടാകുന്ന ഒരാളാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ ചലഞ്ചിങ് ആയ അവിടെ സ്ഥാനാർത്ഥിയായി ഒന്ന് പോരാടിയ ആളാണ്. അങ്ങനെ ഒരു മനുഷ്യന് ഈ സർക്കാരിൽ നിന്നൊരു വിവരം കിട്ടണമെങ്കിൽ RTA കൊടുക്കണം, വിവരാവകാശ രേഖ കൊടുത്താലേ കിട്ടൂ എന്ന് പറയുന്നത് എന്തൊരു വലിയ ഗതികേടാണ് പി കെ ഫിറോസ്. തീർച്ചയായിട്ടും ആശ്മി, ഒന്ന് ഞാൻ ഏറെ ആദരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു നേതാവാണ് സുനിൽകുമാർ. രാഷ്ട്രീയമായി വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇപ്പോഴെങ്കിലും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ മറുപടി നൽകണം എന്ന രീതിയിലുള്ളൊരു സ്റ്റാൻഡ് എടുത്തതിന് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ നൽകുകയാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു പോരാട്ടം, പൂരം കലക്കിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം നടത്തും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും ഈ അവസരത്തിൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് UDF വളരെ വ്യക്തമായി ഉന്നയിച്ചൊരു കാര്യമായിരുന്നു, തൃശ്ശൂർ BJPക്ക് നൽകാൻ വേണ്ടിയുള്ളൊരു ശ്രമം CPMൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ അന്ന് മാധ്യമങ്ങളും പിന്നെ അതുപോലെ തന്നെ ജനങ്ങളും വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, ഇത് പലപ്പോഴും UDFും LDFും ഒക്കെ പരസ്പരം ആക്ഷേപിക്കുന്ന ഒരു കാര്യമാണ് എന്നായിരുന്നു. എന്നാൽ തൃശ്ശൂർ പൂരം കലക്കിയപ്പോഴും അക്കാര്യം വളരെ ശക്തമായി ഉന്നയിച്ചപ്പോഴും ഒരു പരിധിവരെ ജനങ്ങൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLA അക്കാര്യം തുറന്നു പറയുന്നു. ഇപ്പോൾ അവിടെ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി തന്നെ വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചില സംശയങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. ഇപ്പോൾ പൂരം കലക്കിയ സമയത്ത് അല്ലെങ്കിൽ പൂരം കലക്കിയതാണ് എന്ന ആക്ഷേപം ഉയർന്ന സമയത്ത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതേ സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്ന് പറയുന്നു. പോലീസ് വന്ന് ദേവസ്വം ബോർഡിലെ ചില ആളുകളുമായി മൊഴിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തൽക്കാലം ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി CPI അടക്കമുള്ള ആളുകളെ തൽക്കാലം ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോലീസ് ചില സ്റ്റെപ്സുകൾ അവിടെ എടുക്കുന്നു. എന്നാൽ അത് ഗൗരവമായി ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന ഒരു വിവരാവകാശ പ്രകാരം RTA പ്രകാരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണമേ നടന്നിട്ടില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് മറുപടി നൽകുന്നു. സത്യത്തിൽ ഇവർ ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിച്ചത്? ഇവർ വഞ്ചിക്കാൻ ശ്രമിച്ചത് UDFനെ അല്ല, ഇവർ വഞ്ചിക്കാൻ ശ്രമിച്ചത് കേരളത്തിലെ ജനങ്ങളെ അല്ല, പാർട്ടി പ്രവർത്തകരെയാണ്. ഈ സുനിൽകുമാറിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇടതുപക്ഷത്തിലെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകന്മാരെയാണ് ഇവർ വഞ്ചിച്ചത്. ആ വഞ്ചനയിൽ ഒരു കുറ്റബോധവും തോന്നാത്തൊരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നു എന്ന ആക്ഷേപം വെറുതെ ആയിരുന്നില്ല. കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരികയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരെ അതിന് ഇടപെടുകയും ചെയ്തിട്ടും അതിന് തൃശ്ശൂർ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതേക്കുറിച്ച് നമ്മൾ പിന്നെ ഒന്നും കേൾക്കുന്നില്ല. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വളരെ കൃത്യമാണ് ഇത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു തെറ്റായ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് പൂരം കലക്കിയതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പൂരം കലക്കുക മാത്രമല്ല, പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള അന്വേഷണം കലക്കിയ ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അത് തുറന്നു പറയാൻ ആദരണീയനായ സുനിൽകുമാറിന് ഒരുപാട് പരിമിതികളുണ്ടാവും, പക്ഷേ അതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ്.